കണ്ണൂർ പിണറായിയിൽ ബി.ജെ.പി. പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. പുത്തൻകണ്ടം കൊട്ടേഷൻ സംഘത്തിന്റെ ഡ്രൈവറായ രമിത്താണ് കൊല്ലപ്പെട്ടത്. പിണറായി ടൗണിലെ പെട്രോൾ പമ്പിന് സമീപത്ത് രാവിലെയാണ് സംഭവം. തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റ രമിത്തിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. 2002 രമിത്തിന്റെ പിതാവ് ഉത്തമനും വെട്ടേറ്റാണ് മരിച്ചത്. അതേസമയം സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൂത്തുപറമ്പിൽ 3 ദിവസത്തെ നിരോധനാജ്ഞ തുടരുകയാണ്. ചാവശ്ശേരി സ്വദേശിയാണ് രമിത്ത്. സംസ്ഥാന വ്യാപകമായി നാളെ ഹർത്താൽ ആചരിക്കാൻ ബി.ജെ.പി. ആഹ്വാനം. കണ്ണൂർ പിണറായിയിൽ ബി.ജെ.പി. പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ ആചരിക്കാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ആഹ്വാനം ചെയ്തത്. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, പാൽ, പത്രം എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ബി.ജെ.പി. നുണപ്രചാരണം നടത്തുന്നതായി മുഖ്യമന്ത്രി. നാടിന്റെ സമാധാനം തകർക്കുന്നവർക്ക് ആർ.എസ്.എസും ബി.ജെ.പിയും പിന്തുണ നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആർ.എസ്.എസിന്റെ ആക്രമണം വലിയ തോതിൽ പെരുകി വരുന്നു എന്നതാണ് കാണാൻ സാധിക്കും. ഡൽഹിയിലെ ആർ.എസ്.എസ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തിയ വാർത്ത നമ്മൾ കണ്ടു. ആ മാർച്ച് നടത്തിയ ദിവസം കേരളത്തിൽ ഒരു CPIM പ്രവർത്തകൻ ആർ.എസ്.എസിന്റെ കൊലപ്പെട്ടിക്കരിയാവുകയും ഇവിടെ കൊല നടത്തുന്നവർ തന്നെ തങ്ങളെ ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പീഡനം നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നാട്ടിൽ സമാധാനം ഉണ്ടാകരുത് എന്നാണ് ആർ.എസ്.എസിന് നിർബന്ധം. ആർ.എസ്.എസിന്റെ നേതൃത്വത്തിലാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രവർത്തനം ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയോടെ കൂടുതൽ ആക്രമണോത്സുകമാകുന്ന കാഴ്ചയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. കണ്ണൂരിലെ പ്രാദേശിക സംഭവത്തിന്റെ പേരിൽ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്താനുള്ള ബി.ജെ.പി. ആഹ്വാനത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും കോടിയേരി പറഞ്ഞു. നാളത്തെ ഹർത്താലിൽ അക്രമം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് DGP. അതിക്രമം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DGP ലോക്നാഥ് ബെഹ്റ. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇന്റലിജൻസ് ഉൾപ്പെടെ പോലീസിലെ എല്ലാ വിഭാഗങ്ങൾക്കും DGP നിർദ്ദേശം നൽകി. ജമ്മു കശ്മീരിലെ പാംപോറിലെ സൈനിക നടപടി അവസാനിച്ചു. സർക്കാർ കെട്ടിടത്തിൽ ഒളിച്ച 2 ഭീകരരെയും വധിച്ചതായി സൈന്യം അറിയിച്ചു. 58 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലാണ് അവസാനിച്ചത്. ബന്ധു നിയമനത്തിൽ തിരുത്തൽ നടപടി സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നിയമന വിഭാഗത്തിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും യെച്ചൂരി പറഞ്ഞു. They will take the appropriate decisions and you will all be informed. So there will be corrective action. ബന്ധു നിയമന വിഭാഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് AK ബാലൻ. UDF-നെ പോലെയല്ല LDF പ്രവർത്തിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള നിലപാട് കാത്തിരുന്ന് കാണാമെന്നും AK ബാലൻ വ്യക്തമാക്കി. അതിൽ പാർട്ടി തലത്തിൽ അക്കാര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സീതാറാം യെച്ചൂരിയും പറഞ്ഞിട്ടുണ്ടല്ലോ. കോൺഗ്രസിനെ പോലെ എല്ലാം ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ് ആയിട്ട് കണക്കാക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ ഞങ്ങളുടെ പാർട്ടി. അതിലാരും അതീതരല്ല. ഒരു പാർട്ടി മെമ്പർ മുതൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെ ഇത്തരം കാര്യങ്ങളിൽ ആരും ഒന്നിനും അതീതരല്ല. EP ജയരാജന് ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മന്ത്രിമാരെല്ലാം ജാഗ്രതയോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും പ്രശ്നങ്ങളിൽ വ്യത്യസ്ത നിലപാടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും തിരുത്താനുള്ള നടപടികളെല്ലാം എടുക്കുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് KPC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ബന്ധു നിയമനത്തിൽ മന്ത്രി EP ജയരാജൻ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് പ്രകാശാനന്ദ അടക്കം 5 പേർക്ക് പരാജയം. ഭൂരിപക്ഷം വോട്ടുകൾ നേടി നിലവിലെ സെക്രട്ടറി ഋതംബരാനന്ദ ഒന്നാമതെത്തിയപ്പോൾ പ്രകാശാനന്ദയ്ക്ക് 19 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ബോബി ചെമ്മണ്ണൂരും ബോബി ഫാൻസ് ക്ലബ്ബും ചേർന്ന് അപകടകാരികളായ തെരുവുനായ്ക്കളെ പിടിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് രൂപം നൽകുന്നു. തെരുവുനായ്ക്കളെ പിടിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ കൽപ്പറ്റയിലെ ഡോഗ് റിസോർട്ടിലെത്തിച്ച് സംരക്ഷിക്കുന്നതാണ് പദ്ധതി. 10,000 നായ്ക്കളെയെങ്കിലും ഇത്തരത്തിൽ സംരക്ഷിക്കാനാണ് പദ്ധതിയെന്ന് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. രോഗനിർണയം വൈകുന്നതിനാൽ വാതരോഗത്തിന്റെ ചികിത്സ വൈകുകയാണെന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഡോക്ടർ അനൂപ് പറഞ്ഞു. വാതകരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം അനിവാര്യമാണെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു.
രക്തവാതങ്ങൾ അതിൻ്റെ അവയർനെസ് പലപ്പോഴും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും അല്ലെങ്കിൽ ഡയഗ്നോസിസ് രോഗനിർണയം വൈകുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കിട്ടാനും വൈകുന്നുണ്ട്. അപ്പം ഇങ്ങനെ രണ്ടവസ്ഥകൾ നമുക്കത് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമൂഹത്തിൽ അതിൻ്റെ അവയർനെസ് ബോധവൽക്കരണം ആൾക്കാരിൽ എത്തിക്കാനാണ് ഇങ്ങനെ ഒരു ദിനം പൊതുവെ വളരെ പ്രാധാന്യമായിട്ടും ആചരിക്കുന്നത്.